അങ്ങനെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലുലു മാൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ലുലു മാളോ മലപ്പുറത്തോ? ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ്, കുറച്ച് മാസമല്ല കുറച്ച് ആഴ്ചകൾക്ക് മുന്നെയാണ് നമ്മുടെ പാലക്കാട് ലുലു മാൾ ഓപ്പൺ ചെയ്തത്. അപ്പോ പാലക്കാട് ലുലു മാളിന് ശേഷം ദേ മലപ്പുറത്തും പുതിയ ലുലു മാൾ തുറക്കാനായിട്ട് പോവാണ് കേട്ടോ. എന്റെ മോനെ, ലുലു മാൾ ഇങ്ങനെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോ ആദ്യത്തെ ലുലു മാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചിയിലാണ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്തു. അതൊരു വലിയ വലിയ മാളായിരുന്നു. അതിനുശേഷം പാലക്കാട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി കുറെ അധികം ജില്ലകളിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിലൊരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ എവിടായിട്ടാണ് പുതിയ ലുലു മാൾ തുറക്കാൻ പോകുന്നത് ചോദിക്കുവാണെങ്കിൽ അത് തിരൂറാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ തിരൂറിന്റെ കാര്യം അറിയാലോ, റീറ്റെയിൽ കപ്പാസിറ്റി കൂടിയ ഒരു സ്ഥലമാണ്. അതായത് ഈ വാങ്ങാനുള്ള ആൾക്കാരുടെ വാങ്ങാനുള്ള കപ്പാസിറ്റി കൂടിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തിരൂർ. ഫ്രൈഡേ മാർക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ ഗാഡ്ജറ്റുകളും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമുക്ക് വളരെയധികം വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിരൂർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം റീറ്റെയിൽ കപ്പാസിറ്റി ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ ലുലു മാള് അവിടെ തുറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു തിരൂർ ലുലു മാളിന് തൊട്ടടുത്തായിട്ട് നെസ്റ്റോടെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട് പോകാണ് കേട്ടോ. അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. കാര്യം നെസ്റ്റോടെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ഇപ്പുറത്ത്, തൊട്ടടുത്ത് ലുലുവിന്റെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു സംഭവം തന്നെ ആയിരിക്കും. അപ്പൊ തിരൂരുകാർ റെഡി ആയിട്ടിരുന്നു. ഓഫറുകളുടെ കാര്യത്തിൽ ഒരു ഒരു വലിയ ചാകര തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നെസ്റ്റോടെ കാര്യം പറയുമ്പോൾ അറിയാലോ, വളരെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇപ്പം കേരളത്തിൽ അവർ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇത്രയും സമയം കൊണ്ട് തന്നെ കുറെ അധികം നെസ്റ്റോടെ ഔട്ട്ലെറ്റുകൾ ഇപ്പം വന്നു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ഹൈലൈറ്റ് മാള്, സെക്യൂർ സെൻട്രൽ മാള് തുടങ്ങിയ ഗോകുലം ഗാലറി മാള് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നെസ്റ്റോടെ ഹൈപ്പർ മാർക്കറ്റുകളാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഇതൊരു മാളിനകത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ല, ഇത് ഒരു ഇൻഡിവിജ്വൽ ബിൽഡിംഗ് മാത്രമാണ്. അതായത് നെസ്റ്റോടെ ഒരു ബിൽഡിംഗ് മാത്രമാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ചെറിയ സൈസൊന്നും അല്ല. സൈസൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ നെസ്റ്റോടെ കാര്യം പറയുമ്പോൾ 1,50,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മാളിന്റെ ഏകദേശം ഒരു ഡീസന്റ് മാളിന്റെ സൈസാണ് ഈ ഒരു നെസ്റ്റോടെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ 1,50,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം തിരൂരുകാർ ലക്കിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്ത് രണ്ട് സൈഡത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എവിടെയാണ് ഓഫർ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, 1,50,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ നെസ്റ്റോടെ കാര്യത്തിൽ. പക്ഷേ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ 250 മുകളിൽ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ അവർ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റ് ഏരിയയും അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു റെസ്റ്റോറന്റ് ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? തിയേറ്റർ എല്ലാം വരുമോ? എന്റർടൈൻമെന്റ് പറയുമ്പോൾ സാധാരണ ഗെയിം സോണും അതുപോലെ തന്നെ തിയേറ്ററും ആണ് വരുന്നത്. തിയേറ്റർ ഒന്നും വരത്തില്ലായിരിക്കും അല്ലേ? അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ എന്തായാലും ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് തിരൂരിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി എന്നാണ് നെസ്റ്റോടെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഉടനെ തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് സോഫ്റ്റ് ലോഞ്ച് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ റാക്ക് കാര്യങ്ങൾ, അതിന്റെ ഇനാഗറേഷൻ അത്ര കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നെസ്റ്റോ നമ്മുടെ തിരൂരിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ലുലു മാളിലേക്ക് വരാം. ലുലു മാളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തുറക്കുമോ? ഇല്ല കേട്ടോ. 2024 തുറക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാര്യം കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ സൂപ്പർ സ്ട്രക്ചറിന്റെ ഒരു സെക്കൻഡ് ലെവലൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഇനിയും ഒരുപാട് പണികൾ തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. 2025 കൂടിയിട്ട് എന്തായാലും നമ്മുടെ ലുലു മാൾ തിരൂർ ഓപ്പൺ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലുലു ആയതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ കാര്യത്തിൽ അങ്ങനെ ഡിലേ ഒന്നും വരുത്തില്ല. എന്തായാലും ഈ ഒരു വർഷം കൊണ്ട് തന്നെ പണി അവർ പൂർത്തിയാക്കിയിരിക്കും. അടുത്ത വർഷത്തോടുകൂടി നമുക്ക് മാള് ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സൈഡിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ നെസ്റ്റോടെ ഹൈപ്പർ മാർക്കറ്റ്. കാട്ട കോമ്പറ്റീഷൻ ആയിരിക്കും. ആരാണ് കൂടുതൽ ഓഫർ കൊടുക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. പിന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കൂടുതലുള്ളത് നെസ്റ്റോയ്ക്കാണ്. കാര്യം നെസ്റ്റോ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ അധികം ലോയൽ കസ്റ്റമേഴ്സ് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ലുലു ഇവിടെ ഓഫർ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പറയും. അങ്ങനെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവരുടെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നെസ്റ്റോയും ലുലുവും ഇങ്ങനെ പുറത്താക്കിയ കുറേ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാശിയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് തിരൂരിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര അപ്ഡേറ്റ് തന്നെയാണ് തിരൂരിൽ സംഭവിച്ചിരിക്കുന്നത്. രണ്ട് വലിയ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഡെവലപ്പ് ആവും. റോഡുകൾ ഒരുപാട് ഡെവലപ്പ് ആവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇനി അങ്ങോട്ട് മലപ്പുറം തിരൂരിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
പിന്നെ വേറൊരു കാര്യമുണ്ട്, മലപ്പുറത്തിന്റെ കാര്യം പറയുമ്പോൾ തിരൂർ മാത്രമല്ല ലുലു മാൾ വരുന്നത്, ഒരു ലുലു മാളും കൂടെ മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട്. എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ പെരിന്തൽമണ്ണയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ പെരിന്തൽമണ്ണയിൽ വേറൊരു മാൾ വരുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ അത് കൂടാതെ നമ്മുടെ ലുലു മാളും പെരിന്തൽമണ്ണയിൽ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ NH 66, അതായത് കന്യാകുമാരി തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള ഈ ഒരു ഹൈവേയുടെ എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കേരളത്തിൽ കാണാനായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗംഭീര അപ്ഡേറ്റുകളൊക്കെയാണ് ഇനി വരാണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ടാണ്. അപ്പോൾ അതുവരേക്കും ബൈ.